അന്ന് ഇലക്ഷൻ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ മിണ്ടണ്ട, ഞാൻ മൗനം പാലിക്കുന്ന പൊളിറ്റിക്സ് ആണ് ഇത്, ലെറ്റ് ദം ഡു വാട്ട് എവർ ഇറ്റ് ഈസ് എന്ന ഒരു അഡ്വൈസാണ് പലരും എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ കോടിയേരി സാറിനെ വിളിച്ചു. സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇത് ഇങ്ങനെ വൃത്തികേടാണ് നടക്കുന്നത്, ഇത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇത് സംസാരിക്കേണ്ടത്? ഇത് കാരണം കോടിയേരി സാർ ഞങ്ങളുടെ സ്ഥലം MLA കൂടാ, തലശ്ശേരി. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ സാർ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, പക്ഷേ ഇത് പൊളിറ്റിക്സ് ആണ്, രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഇതൊക്കെ ഇതൊന്നും കാര്യമാക്കണ്ട, എൻ്റെ അവസ്ഥ തന്നെ കാണുന്നില്ല എന്ന് വെച്ചാൽ ആ സമയത്ത് മക്കളുടെ എന്തോ ഇതൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ കുറേ ഡയലോഗ് ഇങ്ങനെയൊക്കെ സാറ് പറഞ്ഞ് ഞാനും പിന്നെ അങ്ങ് വിട്ടു. എന്നെ കൊണ്ട് ഇതിനകത്ത് പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണം എന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവ് സൃഷ്ടിക്കാൻ ഓൾറെഡി തീരുമാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ലോക്കലിലല്ലേ പഠിച്ചത്, അപ്പം നമ്മളവിടെ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഇപ്പോഴും പാർട്ടിയും അതും ഇതൊക്കെ ആയിട്ട്, അപ്പോൾ അതിൽപ്പെട്ട ഒരു സുഹൃത്താണ് എനിക്കൊരു സാധനം ഫോർവേഡ് ചെയ്തിട്ട് തന്നത്. ഇവർ ക്യാപ്സ്യൂൾ നിർമ്മാണശാല ഉണ്ടല്ലോ, അവരുടെ ക്യാപ്സ്യൂളിൽ അവർ തീരുമാനിച്ചിട്ടുണ്ട് പോലും ഇത് മുഴുവനും എൻ്റെ തലയിൽ വെക്കണമെന്നും ആ ഒറിജിനൽ എഗ്രിമെൻറ്റ് നിഷേധിക്കണം, അങ്ങനെ ഒരു സാധനം നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ. അതാണ് നെറേറ്റീവ്. ഈ നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി, അതായത് ശുദ്ധമായ ഒരു കള്ളം പറയാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ അന്വേഷണം ഒന്നും ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമൊന്നും പറഞ്ഞ് KSINCയിൽ വന്നിട്ട് ഇതിൻ്റെ ഫയൽ മുഴുവൻ എടുത്തുകൊണ്ട് പോയി, എല്ലാം എടുത്തു, ഒറിജിനൽ ഫയൽ. എന്നിട്ട് അതിൻ്റെ റിസീറ്റ് തരാനും ആദ്യം ഒരു മടി കാണിച്ചെങ്കിലും അപ്പോൾ എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചു. ഇത് മുഴുവനും, അതായത് ഈ ഫയൽ മുഴുവനും എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ. അപ്പോൾ ഭാഗ്യവശാൽ ഇവർക്ക് ആർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഓഫീസ് നടപ്പിലാക്കിയിരുന്നു അവിടെ. അപ്പോൾ ഈ ഫിസിക്കൽ ഫയൽ മുഴുവൻ ഓൾറെഡി സ്കാൻഡാണ്. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് വിവരാവകാശത്തിൽ ഇത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുപോയത്. വിവരാവകാശം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിവരാവകാശം കൊടുക്കാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റും. വിവരാവകാശത്തിൽ ഇത് മുഴുവൻ പുറത്തു വന്നു. അപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞപ്പം മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ കള്ളം പറഞ്ഞു എന്നുള്ളത് വളരെ പച്ചയ്ക്ക് പുറത്തു വന്നുപോയി. ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല. പക്ഷേ എനിക്ക് ഈ വിവരാവകാശം കൊടുക്കാതിരിക്കണം എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തുമില്ല. ഞാൻ എന്നാലും ചെയ്യാവുന്ന ഒരു മാന്യത എന്ന് പറഞ്ഞാൽ അന്ന് മിണ്ടാതിരുന്നു എന്നുള്ളതാണ്.